റെഡിയായി ഇറങ്ങിയപ്പോൾ ബുക്ക് ചെയ്ത ട്രിപ്പ് ക്യാൻസലായി. ഭാഗ്യത്തിന് അപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് വന്നു. പിക്കപ്പിനായി നേരെ ടൗണിലേക്ക്. കാപ്പി കുടിക്കാനായി കയറിയത് നമ്മുടെ സ്വന്തം ഗുരുപ്രസാദത്തിൽ. കൊല്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുപ്രസാദത്തിനെക്കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ല. എന്നാൽ 50 വർഷത്തിലേറെ ചരിത്രമുള്ള, അതിലുപരി ആഹാരത്തോടൊപ്പം മനസ്സും നിറയുന്ന ഒരു പ്രതീതിയാണ് ഗുരുപ്രസാദത്തിൽ. വൃത്തിയുള്ള ചുമരുകൾ, നമുക്കിത് കാണുമ്പോൾ തോന്നും കഴിഞ്ഞ ദിവസം പെയിൻറ്റ് ചെയ്തേ ഉള്ളൂ. അത്രത്തോളം മെയിൻ്റെനൻസ് ആയ 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു ബിൽഡിംഗ്. എപ്പോൾ ചെന്നാലും തിരക്കുള്ള, അതിലുപരി ന്യായ വിലയും രുചിയുമുള്ള ഒരു ഹോട്ടൽ. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ, വട, ചായ. മസാല ദോശ ചമ്മന്തിയും സാമ്പാറും വന്നു. അത് ഇവിടുത്തെ മസാല ദോശയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാല വേറൊരു കൂട്ടാണ്. നമ്മുടെ സാധാരണ ഒരു മഞ്ഞ കളറിൽ ഒരു കൊഴുകൊടുത്ത മസാല ദോശയ്ക്കാണ് മസാല വരുന്നതെങ്കിൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും ചായ വന്നു. ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഗസ്റ്റിനെയും പിക്ക് ചെയ്ത് നേരെ കൊല്ലം ബീച്ചിലേക്ക്. ബീച്ചിൽ പൊതുവെ ആൾ തിരക്കൊന്നുമില്ല. കുറച്ചൊക്കെ കോളേജ് കുട്ടികൾ, അവർ ആ ഒരു പ്രായത്തിൽ ഒരു 17 വയസ്സ് 19 വയസ്സ് ആ ഗ്യാങ്ങിലുള്ള കുറച്ച് ബോയ്സും ഗേൾസും മാത്രം. അതിലുപരി വേറെ ബീച്ച് ക്ലോസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബീച്ച് ക്ലോസ്ഡ് എന്ന് പറയാൻ കാര്യമില്ല, കാരണം ബീച്ചിൽ ഒട്ടും ഗസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലുപരി അവിടെ കടൽ കയറുന്നതിന് കൊണ്ട് കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ വന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ടാണ്. ലൈറ്റ് ഹൗസിലും കയറി നേരെ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് കിടക്കുന്ന പാർക്കിലാണ് നമ്മൾ ഈ ദൃശ്യം കാണുന്നത്. ഇവിടെ പുലിമുട്ടൊക്കെ സ്ഥാപിച്ച് നമുക്ക് ഒരു 1 കിലോമീറ്റർ പുറത്ത്, 1 കിലോമീറ്റർ പറ്റാൻ നടന്നു പോകാം. പക്ഷേ ഇപ്പോൾ ഈ കടലിലെ തിരയടിക്ക് ശക്തമായതിനാൽ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ജസ്റ്റ് ഒരു 50 മീറ്ററേ നടന്നു പോകാൻ പറ്റത്തുള്ളൂ. നേരെ അവിടുത്തെ കാഴ്ചയും കണ്ട് നേരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ മൺട്രോതുരത്തിലാണ്. മൺട്രോതുരത്തിൽ എസ് വളവാണ് നമ്മളീ കാണുന്നത്. ഭയങ്കര വൃത്തിക്ക് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൺട്രോതുരത്തിൽ തന്നെ മരിയാലയം മൺട്രോ ഐലൻഡ് റെസിഡൻസി, അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. അതുമാത്രമല്ല നല്ലോണം വെൽ മെയിൻ്റെനൻസ്ഡാണ്. പക്ക നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാം. പക്ക ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു റെസിഡൻസിയാണ് ഈ പറയുന്നത്. നമുക്ക് താമസിക്കാൻ മൺട്രോയിലിൻ്റെ ഒരു ദിവസം സ്റ്റേ എടുക്കുന്നവരൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ കഴിയുന്നൊരു പ്രോപ്പർട്ടിയാണ്. നടന്ന് താലി മീൽസാണ് കഴിച്ചത്. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് നേരെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോയി. കൺട്രി ബോട്ടാണ് എടുത്തത്. എസ് വളവിൻ്റെ അവിടെ തന്നെ നമുക്കത് അവൈലബിൾ ആണ്. അപ്പം ധാരാളം ചേട്ടന്മാരുണ്ട് അവിടെ ബോട്ടിങ്ങിനായിട്ട്. മൺട്രോതുരത്തിലെ പ്രത്യേകത മീൻസ് ബോട്ടിംഗ് ആണല്ലോ അവിടുത്തെ പ്രത്യേകത. നമ്മൾ ചെന്നത് ഉച്ച സമയമായിരുന്നു. ഒരു 1:30-2 മണി സമയത്താണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് കയറുന്നത്. എന്നിരുന്നാലും തന്നെയും അവിടെ അതിരാവിലെയുള്ള ബോട്ടിങ്ങാണ് ഭയങ്കര പ്രത്യേകത. അതുപോലെ കയാക്കിങ്ങും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. കയാക്കിങ്ങിനുള്ള വള്ളങ്ങളൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് 4 മണിയായി. നേരെ കൊണ്ടുവന്ന് ഗസ്റ്റിനെ കൊല്ലത്ത് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. നിങ്ങളുടെ ഓരോ ലൈക്കും അതിനൊക്കെ കമൻറ്റും കാണുമ്പോഴാണ് നമുക്കത് വീണ്ടും ചെയ്യാനുള്ളൊരു ആർജവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.